വർഷങ്ങൾക്ക് മുൻപ് വന്ദരായ ശൈഖുന ബദറു സാദാത്തിനോടൊപ്പം ഒരു സിയാറത്ത് യാത്രയിലാണ്. അന്ന് ഡമാസ്കസിലാണ് ഉള്ളത്. ഡമാസ്കസിലാണ് അന്ന് ഉള്ളത്. അന്ന് സിറിയയിലേക്ക് പോകാം, ഇന്നത്തേത് രൂപത്തിലല്ല. അന്ന് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളോ യുദ്ധങ്ങളൊന്നുമില്ല. അപ്പോ ആ ഒരു സമയം 2 ദിവസം അവിടെ ഉണ്ട്. ആദ്യത്തെ ദിവസം സിയാറത്തിന് പോയി. അന്ന് ഉച്ച സമയത്തൊക്കെ വെള്ളമില്ലാതെ ഒന്നരായ ബദറു സാദാത്തും കൂടെയുള്ള ഉസ്താദുമാരൊക്കെ ചുണ്ടുണങ്ങി പ്രയാസപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ തൊട്ടുടനെയുള്ള ദിവസം ഹോട്ടലിൽ ബൊഫേ സിസ്റ്റമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ നേരെ ബസ്സിലേക്ക് കയറുകയാണ് സിയാറത്തിന് പോകാൻ വേണ്ടി. അപ്പൊ ബൊഫേ ആയതുകൊണ്ട് ഞാൻ ഈ കുപ്പിവെള്ളം, കുറച്ച് ജ്യൂസും സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊരു 3-4 എടുത്തിട്ട് എൻ്റെ ചെറിയ ബാഗിൽ വെച്ചു. അത് ബാഗിൽ വെക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളത് എന്താണ്, ഉസ്താദ് ഇന്നലെ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടത് കണ്ടതാണ്. ഇന്നും ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോ വെള്ളം കൊടുക്കണം, ആ സമയത്ത് ഇത് കൊടുക്കുക എന്ന് കരുതിയിട്ടാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചത്. എൻ്റെ ആ ഒരു ചിന്ത തെറ്റിയില്ല. നല്ല രൂപത്തിൽ വെള്ളത്തിന് ദാഹം വന്നു. അങ്ങനെ ബസ്സിൽ കയറി. നല്ല നട്ടുച്ച സമയമാണ്. സിയാറത്ത് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി. നല്ല ദാഹമുണ്ട്. അപ്പോ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഉസ്താദിന് കൊടുത്തു. സന്തോഷത്തോടു കൂടെ ഉസ്താദ് എന്നിൽ നിന്ന് അത് വാങ്ങിയിട്ട് ചുണ്ടിനോട് അടുപ്പിച്ച സമയത്ത് എന്നോട് ചോദിച്ചു, അബൂക്കുർലിയാരെ ഇത് എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഇത് ഞാൻ ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ ബാഗിൽ വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അതേ രൂപത്തിൽ ആ കൈ എനിക്ക് തിരിച്ചു തന്നു. ആ വെള്ളം എന്നിലേക്ക് തന്നു. എനിക്ക് വേണ്ട എന്ന രൂപത്തിൽ തിരിച്ചു തന്നു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, എന്തേ ഉസ്താദ് എന്ന രൂപത്തിൽ ഉസ്താദിന്റെ മുഖത്ത് നോക്കിയപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു, അബൂക്കുർലിയാരെ നിങ്ങളെ വീട്ടിലേക്ക് ഇത് ബൊഫേ സംവിധാനമാണ്. എത്ര വേണമെങ്കിലും അവിടുന്ന് കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, എത്രയും കഴിക്കാം അവിടുന്ന്. പക്ഷേ അത് കീസിലിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് ആലോചിക്കണ്ടേ അബൂക്കുർലിയാരെ? എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു എന്നോട്. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു. നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന, എത്രയോ കാലമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അതിഥിയാണ്. അങ്ങനെയുള്ള ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മൾ നല്ല സമൃദ്ധമായ സുഭിക്ഷമായ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവർ ആ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ അവർ കഴിച്ചല്ലോ, സന്തോഷമേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ആ അതിഥി എന്ത് ചെയ്തു, കുറച്ച് ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ട് തന്റെ കയ്യിലുള്ള ഒരു കീസിലേക്ക് ആ ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു. എന്തിന്? അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഭക്ഷണം കീസിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോയാൽ അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുമല്ലേ? തീർച്ചയാണ് സന്തോഷം ഉണ്ടാവില്ലല്ലോ. അതേ സമയത്ത് നമ്മൾ ഒരു കീസിലാക്കിയിട്ട് ആദരിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വേറെ വിഷയം. ഇത് അതല്ല, അത് അവര് തന്നെ വാരിയെടുത്ത് കീസിലിട്ട് കൊണ്ടുപോയാൽ അത് ഒരിക്കലും തന്നെ ആരും ഇഷ്ടപ്പെടുന്ന, മാന്യന്മാർക്ക് യോജിച്ചതല്ല, അതാരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും അല്ല. ഇങ്ങനെയല്ലേ ഉള്ളത് എന്ന് അതിന്റെ ഒരു വിശദീകരണവും കൂടെ ഉസ്താദ് എനിക്ക് തന്നു. ഞാൻ ആ വെള്ളുമായിട്ട് നേരെ ബസിന്റെ ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്, അങ്ങോട്ട് പോയി. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതാണ് വറഅ് എന്ന് പറയുന്നത്, ഇതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. ആ സൂക്ഷ്മതയാണ് നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ നിന്ന്, നമ്മുടെ മഹാരഥന്മാരിൽ നിന്ന് നമ്മൾ കാണുന്നത്.